നമസ്കാരം. ഇസ്രയേലിനെ ശത്രുക്കളുടെ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായി ഇനി അമേരിക്കൻ നിർമ്മിത താഡ് പ്രതിരോധ സംവിധാനം പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ഹൂതി വിമതർ ഇസ്രയേലിലേക്ക് അയച്ച മിസൈലുകൾ തകർത്തെറിഞ്ഞത് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് താഡ് സംവിധാനം ഇസ്രയേലിൽ എത്തുന്നത്. എങ്കിലും ഇതാദ്യമായിട്ടാണ് താഡ് സംവിധാനം പ്രവർത്തന സജ്ജമാകുന്നത്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് താഡ്. മിസൈലുകളെ ഏറ്റവും ഫലപ്രദമായും ശക്തമായും കൈകാര്യം ചെയ്യാൻ എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള പ്രതിരോധ സംവിധാനമാണിത്. ഇസ്രയേലിലെ താഡ് സംവിധാനം മിസൈലിനെ പ്രതിരോധിക്കുന്ന ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മിസൈൽ പ്രതിരോധ രംഗത്ത് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സഹകരണത്തിന്റെ പുതിയ മുഖമാണ് താഡ് എന്നാണ് അമേരിക്കൻ സൈനികർ തന്നെ ഇപ്പോൾ പറയുന്നത്. താഡ് സംവിധാനം ഇസ്രയേലിലേക്ക് അയച്ചതിന്റെ ഒപ്പം 100 സൈനിക വിദഗ്ധരെയും അമേരിക്ക നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 1 ഇറാന്റെ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക അടിയന്തരമായി ഇസ്രായേലിലേക്ക് താഡ് പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തത്. അയൺ ഡോം സംവിധാനം ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണെങ്കിൽ താഡ് സംവിധാനം ഒരു ട്രക്കിൽ ഘടിപ്പിച്ചു കൊണ്ടുപോകാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് മിസൈൽ ആക്രമണം ഉണ്ടാകാൻ പോകുന്നുവെന്ന സൂചന ലഭിച്ചാൽ താഡ് വഹിക്കുന്ന ട്രക്കിന് വളരെ വേഗം തന്നെ അങ്ങോട്ട് പോയി പ്രതിരോധിക്കാൻ കഴിയും. 100 മുതൽ 150 കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് മിസൈലുകളെ തകർക്കാൻ താഡിന് കഴിയും. ഇന്നലെ വൈകുന്നേരവും യമനിലെ സനായിൽ ഇസ്രായേൽ ശക്തമായ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹൂതികൾ ആരോപിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ്. ഇന്നലെ പുലർച്ചെയും ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചിരുന്നു. എങ്കിലും ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിനെ തകർക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സനയിൽ ഇസ്രായേൽ കനത്ത തോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും ഹുദൈദ ഉൾപ്പെടെയുള്ള സുപ്രധാന തുറമുഖങ്ങളും എല്ലാം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്നിരുന്നു. 25 പോർ വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. 10 ദിവസത്തിനുള്ളിൽ 5 ബാലിസ്റ്റിക് മിസൈലുകളും 5 ഡ്രോണുകളുമാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് അയച്ചത്. അവയിൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ടെൽ അവീവ് നഗരത്തിൽ പതിച്ചത് ഇസ്രായേലിനെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് തിരിച്ചടി നൽകാനാണ് ഇസ്രായേൽ വ്യോമസേന അടിയന്തരമായി സന ആക്രമിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം യമനിലെ ഹെസ്യാസ്, റാസ് കനാറ്റിബ് പവർ സ്റ്റേഷനുകളിലും ഹുദൈദ, സാരിഫ്, റാസ് കനാറ്റിബ് തുറമുഖങ്ങളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും വ്യാഴാഴ്ചയാണ് ആക്രമണം നടന്നത്. സന അന്താരാഷ്ട്ര വിമാനത്താവളവും പടിഞ്ഞാറൻ തീരത്തെ 3 തുറമുഖങ്ങളും ഉൾപ്പെടെ യമനിലെ ഹൂതി വിമതരുമായി ബന്ധപ്പെട്ട 1-ലധികം പ്രദേശങ്ങൾ തകർത്തതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. 6 പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഹൂതികൾ പറയുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹമാസ് നേതൃത്വം നൽകിയത് മുതൽ ഇസ്രായേൽ സൈന്യം ഗാസയിലെ പലസ്തീനിയൻ ഗ്രൂപ്പിനെ നശിപ്പിക്കുക മാത്രമല്ല ഇവർക്ക് പിന്തുണ നൽകുന്നവരെ കൂടി തകർത്തേ അടങ്ങൂ എന്ന നിശ്ചയദാർഢ്യത്തിലാണ്. ചെങ്കടലിലും പരിസര പ്രദേശങ്ങളിലും ഹൂതികളുടെ വർദ്ധിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹൂതി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ചെങ്കടലിൽ സിവിലിയൻ കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന് തടയിടാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. ഇതൊരു തുടക്കമാണ്. ഹൂതികളെ ഇല്ലാതെയാക്കുന്നതുവരെ തങ്ങൾ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി. ഗാസയിലെ പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും തുടർച്ചയായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചത് മുതൽ മധ്യേഷ്യ സംഘർഷഭരിതമാണ്. ഇസ്രായേൽ യമനിൽ നടത്തുന്ന ആക്രമണ പരമ്പരകളിൽ നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നന്ദി.